Hi dear students, we are starting our new module which is related to marginal costing. Marginal costing is an important technique used for cost control and decision making. It is a management accounting tool and also it is a cost accounting tool. Marginal costing is a principle whereby variable costs are charged to cost units and the fixed costs are attributed to the period. That is, in case of marginal costing, we know there are two types of costs, fixed cost and variable costs. Here in marginal costing, only variable cost is charged to the products and fixed costs are attributed or charged to the period. Marginal cost, the first term we refer is marginal cost or variable cost. The term marginal cost means additional cost incurred for producing an additional unit of output. ഒരു അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ പുതിയ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന ഒരു യൂണിറ്റിൻ്റെ അഡീഷണൽ കോസ്റ്റിനെ, വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ addition made to the total cost when an output is increased by 1 unit. If we increase the additional unit or additional output by 1 unit, what will be the additional cost to the total cost? Marginal cost of nth unit, for example, ഒരു ഇത്രാമത്തെ യൂണിറ്റിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി nth യൂണിറ്റ് minus total cost of n minus 1 unit. For example, the marginal cost of 10th unit, പത്താമത്തെ യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the total cost of 10th unit minus total cost of n minus 1th unit. പത്താമത്തെ യൂണിറ്റും കൂടി ഉണ്ടാക്കിയാൽ വരുന്ന ടോട്ടൽ കോസ്റ്റിൽ നിന്ന് 9ാമത്തെ യൂണിറ്റ് ഉണ്ടാക്കിയാൽ വരുന്ന ടോട്ടൽ കോസ്റ്റ്, അതായത് 10 യൂണിറ്റ് ഉണ്ടാക്കിയ കോസ്റ്റിൽ നിന്ന് 9 യൂണിറ്റ് ഉണ്ടാക്കിയ കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നത് 10ാമത്തെ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന കോസ്റ്റാണ്. ദാറ്റ് കോസ്റ്റ് ഈസ് ടേംഡ് ആസ് മാർജിനൽ കോസ്റ്റ്. സോ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ അഡീഷണൽ യൂണിറ്റിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഫിക്സഡ് കോസ്റ്റ് വരില്ല. ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫിക്സഡ് കോസ്റ്റ് വരും, അല്ലേ, സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റ് വിൽ ബി വേരിയബിൾ കോസ്റ്റ്. സോ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് പറയാൻ പറ്റുക, പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്സ്. ഓക്കെ, മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം കോസ്റ്റ് വി നോ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓൾ ദീസ് ആർ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഓൾസോ വേരിയബിൾ ഓവർ ഹെഡ്സ്. ഓൾ ദീസ് ആർ കമ്മിങ് അണ്ടർ മാർജിനൽ കോസ്റ്റ്. Definition: Chartered Institute of Management Accountants CIMA England defines marginal cost as the amount at any given volume of output by which aggregate costs are changed if the volume of output is increased or decreased by 1 unit. നമ്മുടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് വിച്ച് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട്, ഇറ്റ് ഈസ് കോൾഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രത്യേകത, ദ കോസ്റ്റ് വിച്ച് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ വിത്ത് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. Variable or marginal cost per unit remain constant at all levels of output. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ അഡീഷണൽ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റാണ്. പക്ഷേ വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രത്യേകത, ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ് ഇഫ് ഇറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ 2 ലൈനുകൾ തന്നിട്ടുണ്ട്. ദിസ് ഈസ് റിഗാർഡഡ് ടു ജനറലി വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ ആയിരിക്കാം, അതായത് യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോസ്റ്റിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ലൈനാണ് വേരിയബിൾ കോസ്റ്റ്. ആക്ച്വലി ദിസ് ഈസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്.
But with regard to the variable cost per unit, what will be the situation? It is fixed. For example, direct material cost per unit is ₹2. ഒരു യൂണിറ്റിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ 2 ആണെങ്കിൽ അത് പെർ യൂണിറ്റ് കോസ്റ്റ് എപ്പോഴും 2 തന്നെയാണ്. അതേസമയം യൂണിറ്റിനനുസരിച്ച് മാറുന്നത് ഏത് കോസ്റ്റാണ്? ടോട്ടൽ വേരിയബിൾ കോസ്റ്റാണ്. Then fixed cost, second element of cost is fixed cost. Fixed costs are not charged to output. In case of marginal costing, fixed cost നമ്മൾ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യില്ല. These are regarded as period costs. ആ പീരീഡിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ്. ദീസ് ആർ ഇൻകേർഡ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ്. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് ഉണ്ടായിക്കഴിഞ്ഞാലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇതുപോലെ പെർമനൻ്റ് ആയിരിക്കാം. Therefore, these fixed costs are directly transferred to costing, profit and loss account. അപ്പോൾ ഇത് പെർമനൻ്റ് കോസ്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ആട്രിബ്യൂട്ടഡ്, ഇറ്റ് ഈസ് നോട്ട് ചാർജ്ഡ് ടു പ്രോഡക്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ചാർജ്ഡ് ഫോർ ദ പീരീഡ്. ആൻഡ് ദീസ് പീരീഡ് കോsts ആർ directly charged to costing, profit and loss account. It is not directly charged to product, but it is debited to costing, profit and loss account. So the total fixed cost will be fixed. The fixed cost line is here. Whereas fixed cost per unit, it will be decreasing. Fixed cost per unit അല്ലേ, ഇപ്പോൾ ഒരു വർഷത്തേക്ക് 1000 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. 1000 യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ₹1 വരിക. 2000 യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 50 പൈസയാവും. 500 യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ₹2 അല്ലേ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ബി ഓൾവേസ് ഡിക്രീസിങ്. ഇറ്റ് ഈസ് വേരിയബിൾ. Then marginal costing, next term. It is the technique of costing in which only marginal cost or variable costs are charged to output or product. It is the technique in which variable cost, only variable cost or marginal costs are charged to output or production. So the cost of output include only variable cost in case of marginal costing. So ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത വേരിയബിൾ കോസ്റ്റുകൾ മാത്രം ചാർജ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് ചാർജ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ്. ഓക്കെ, ദർ ഈസ് എ മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ. മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ ഈസ് സെയിൽസ് ഈസിക്കൽ ടു അല്ലേ. നമ്മൾ സാധാരണ സെയിൽസ് ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഫിക്സഡ് കോസ്റ്റ്. 2 തരം കോസ്റ്റുകൾ വരും, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ആൻഡ് ഓൾസോ ദർ വിൽ ബി എലമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇതാണ് ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസ്ഡ് ഓൺ ദിസ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ദിസ് ഈസ് മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ. Sales minus variable cost is equal to fixed cost plus profit. That is, in marginal costing statement, firstly we will show sales. From sales we will deduct variable cost. From the balance amount we will deduct fixed cost, and the balance will be shown as profit. Then according to CIMA, marginal costing is the ascertainment by differentiating between fixed and variable cost of the marginal cost and of the effect on profit of changes in volume or type of output. Marginal costing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the ascertainment of marginal cost. Marginal cost കാണലാണ്, and also the ascertainment of the effect on profit. പ്രോഫിറ്റിന് മുകളിലുള്ള ഇഫക്റ്റ് കാണലാണ് ഓഫ് ദ ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. വോളിയത്തിലോ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടിലോ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാർജിനൽ കോസ്റ്റും അതിൻ്റെ ഇഫക്റ്റും കാൽക്കുലേറ്റ് ചെയ്യലാണ് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. കോസ്റ്റുകളെ ഫിക്സഡ്, വേരിയബിൾ എന്ന് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് മാർജിനൽ കോസ്റ്റും വോളിയത്തിലോ ടൈപ്പ് ഔട്ട്പുട്ടിലോ ഉണ്ടാകുന്ന മാറ്റം, പ്രോഫിറ്റിന് മുകളിലുണ്ടാകുന്ന ഇഫക്റ്റും കാൽക്കുലേറ്റ് ചെയ്യുന്ന, അസർട്ടൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്
marginal costing. Then let us go through the features of marginal costing. All costs can be classified. ഈ ഫീച്ചേഴ്സിന് നമ്മൾ അസംഷൻ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, all costs can be classified into fixed and variable elements. Total cost can be classified into fixed and variable. Then semi variable costs, അല്ലേ, ചിലത് ഫിക്സഡ്, ചിലത് വേരിയബിൾ, ചിലത് എന്തായിരിക്കാം, സെമി വേരിയബിൾ പാർട്ട് ഉണ്ടായിരിക്കാം. സെമി വേരിയബിൾ കോസ്റ്റ് ആർ ആൾസോ സെഗ്രിഗേറ്റഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. സെമി വേരിയബിൾ എന്ന് പറയുമ്പോൾ പകുതി ഫിക്സഡ് പകുതി വേരിയബിൾ ആണ്. ദിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ പാർട്ട്. ദെൻ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അല്ലേ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എപ്പോഴും ചേഞ്ചിങ് ആയിരിക്കാം. The total fixed cost remain constant at all levels of output. Total fixed cost constant ആണ്. These are incurred for a period and have no relation with the output. It is not charged to output. Only variable costs are treated as product costs and charged to output and charged to product, process or operation. Only variable costs are treated as product costs. The next fixed costs are treated as period costs. Fixed costs നമ്മൾ പീരീഡ് കോസ്റ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യുക ആൻഡ് ആർ ഡയറക്ട്ലി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Then the closing stock is also valued at marginal cost and not at total cost. Generally closing stock is valued at the total cost, but in case of marginal costing, closing stock is valued at marginal cost. The relative profitability is based on the contribution and not based on profit. Here we will calculate profitability in terms of contribution, not profit. Contribution ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, വി വിൽ ഫൈൻഡ് കോൺട്രിബ്യൂഷൻ ടു ഫൈൻഡ് പ്രോഫിറ്റ്, നോട്ട് ദ ആക്ച്വൽ പ്രോഫിറ്റ്. Then selling price remain constant. Selling price remains the same, that means it is constant. That is another assumption and feature. And the product mix or sales mix remain constant over a period of time. Product mix constant ആണ്, selling price constant ആണ്. These are the assumptions or features of marginal costing. The next, advantages of marginal costing. What are the advantages as compared to absorption costing? What are the advantages of marginal costing? First one, it is simple to understand and easy to apply in a form. Second, there is no arbitrary apportionment of fixed cost in this system. Fixed costs are charged to costing, profit and loss account. Generally in absorption costing, that is the total costing system. Okay, in absorption costing we will classify fixed costs into period on some into products on some basis, and there may be clash in the use or there may be arbitrary usage of this apportionment. But in case of marginal costing, fixed costs are not charged to products. Fixed costs are treated as period costs and transferred to costing, profit or loss account. Then it is also prevent the illegal carry forward in stock valuation of some proportion of current year's fixed costs. That is, generally in stock valuation we consider all the cost incurred with regard to the stock. So there may be certain carry forward of previous year cost, carry forward of fixed cost, etc. to the stock. But in case of marginal costing, we consider only marginal cost of closing stock. The next, the effect of different sales mix on profit can be ascertained and management can adopt the optimum sales mix. That is, with the help of marginal costing, management can select optimum sales mix, optimum product mix, etc. The next, it is used in control of cost by concentrating on variable cost of production. We can control cost. That is another advantage because we are focusing only on variable cost, so it will be very easy to control the variable costs. The next, it helps in profit planning by break-even analysis. Here in marginal costing we will use break-even analysis or CVP analysis, cost volume profit analysis. With the help of CVP analysis or break-even analysis,
we can plan our profit. The next, it helps management to take a number of short-term decisions. It helps decision making, managerial decision making, just like pricing, output decision, closing a particular department, closing a particular product, then selection of sales mix, make or buy decision, etc. All these short-term decisions can be taken by management with the help of marginal costing. These are some of the advantages of marginal costing. Then now let us go through some limitations, disadvantages of also. First one, the assumption fixed cost remain constant at all levels of sales may not hold good in long run. ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്ന അസംഷൻ എല്ലാ കേസിലും ശരിയാവില്ല അല്ലേ. ഇൻ ലോങ് ടേം ഫിക്സഡ് കോസ്റ്റ് മേ ചേഞ്ച്. ഇൻ ഷോർട്ട് ടേം ഫിക്സഡ് കോസ്റ്റ് മേ ബി പെർമനൻറ്റ്, ബട്ട് ഇൻ ലോങ് റൺ ഫിക്സഡ് കോസ്റ്റ് മേ ബി ചേഞ്ചിങ്. സോ ദിസ് അസംഷൻ ഈസ് നോട്ട് ട്രൂ. സെക്കൻഡ്, ദ അസംഷൻ ദാറ്റ് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് in direct proportion with volume is also do not hold good under all circumstances. Variable cost change in direct proportion with volume of sales. അല്ലേ, സെയിൽസിൻ്റെ വോള്യത്തിന് ഡയറക്റ്റ് പ്രൊപ്പോർഷനായിട്ട് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും എന്ന് പറയുന്നതും ശരിയല്ല, എല്ലാ സിറ്റുവേഷനിലും ശരിയല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് മെറ്റീരിയൽ 2 രൂപ അല്ലേ, ഈ 2 രൂപയാണെങ്കിലും നമ്മളൊരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് മെറ്റീരിയൽ 2 രൂപക്കുള്ളത് ഒരു ലാർജ് പർച്ചേസിൻ്റെ ബെനിഫിറ്റ് കിട്ടാം അല്ലേ. ഒരു ഹൈ വോള്യത്തിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 2 രൂപ എന്നുള്ളത് ചിലപ്പോൾ 1.50 1.80 ഒക്കെ ആയിട്ട് റെഡ്യൂസ് ചെയ്യാം. അതല്ലാതെ എല്ലാ സമയത്തും വോള്യത്തിനനുസരിച്ച് ഡയറക്റ്റ് പ്രൊപ്പോർഷനായിട്ട്, അതായത് എപ്പോഴും 2 രൂപ ഡയറക്റ്റ് മെറ്റീരിയൽ ആകും അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് സെയിം ആകും എന്ന് പറയാൻ പറ്റില്ല. Then next, it is difficult to segregate all costs into fixed and variable elements. എല്ലാ കോസ്റ്റുകളും ഇൻക്ലൂഡിങ് സെമി വേരിയബിൾ കോസ്റ്റ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ എന്നാണ് പറഞ്ഞത്. ദിസ് ഈസ് നോട്ട് ട്രൂ ഇൻ ഓൾ സിറ്റുവേഷൻസ്. The next, the exclusion of fixed cost in ascertaining cost of production may give misleading result. That is, in marginal costing we do not consider fixed cost for calculating cost of product. It is excluded from cost of product. This will not be correct in all the situations. This is another limitation. The next, the exclusion of fixed cost from inventories affect profit and financial statement may not reflect true and fair view. Closing stock valuationലും നമ്മൾ ഇവിടെ മാർജിനൽ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വി എലിമിനേറ്റ് ഫിക്സഡ് കോസ്റ്റ് പാർട്ട് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് വാല്യുവേഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റിൻ്റെ പാർട്ട് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന സ്റ്റോക്ക് അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആവില്ല. ഓക്കെ, ദീസ് ആർ the limitations or disadvantages of marginal costing. So now these are some of the theories, introductory theories related to marginal costing. Okay, thank you very much.